ഏവർക്കും പൈതൃകം ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് അവതരണത്തിലേക്ക് സ്വാഗതം. അധ്യാപക സംഗമത്തിൻ്റെ 4ാം ദിവസമായ വെള്ളിയാഴ്ച പ്രവർത്തനങ്ങൾക്ക് 10 മണിയോടെ തുടക്കമായി. കോഴ്സിൻ്റെ 3ാം ദിന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും ഡോക്യുമെൻറ്റേഷനും അവതരിപ്പിക്കാനായി ജനറൽ ലീഡർ രജിസാർ നൈതികം ഗ്രൂപ്പിനെ ക്ഷണിച്ചു. റംല ടീച്ചർ വിശദമായ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും രാഗി ടീച്ചർ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് പനാമ ഗ്രൂപ്പിലെ IB ടീച്ചർ VN ആപ്പിൻ്റെ സഹായത്തോടുകൂടി ന്യൂസ് റീഡിംഗ് മികവുറ്റതാക്കി മാറ്റി. നിറയുന്ന ഭൂപടം എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൗമ്യ ടീച്ചർ വാർത്തകൾ വായിക്കുകയും ഉഷ ടീച്ചർ വാർത്തകളിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു. പ്രാദേശിക ചരിത്രം തയ്യാറാക്കിയത് കൂട്ടായ്മ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. പൈതൃകം ഗ്രൂപ്പിലെ അംബിക ടീച്ചർ വായനക്കാർഡ് തയ്യാറാക്കി. സമയപരിമിതി മൂലം പ്രാദേശിക ചരിത്രവും വായനക്കാർഡും ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കാം എന്ന് തീരുമാനിക്കുകയുണ്ടായി. രജിസാർ ഓരോ ടീമിൻ്റെയും അടുത്ത ദിവസത്തെ ചുമതലകൾ ഓർമ്മപ്പെടുത്തി. പുതിയ സെഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഷീജാമണി ടീച്ചറുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് ആരംഭിച്ചു. ശേഷം സാബു സാറിൻ്റെ നേതൃത്വത്തിൽ പ്ലാനിംഗ് സെഷൻ ആരംഭിച്ചു. പാഠഭാഗങ്ങളുടെ സമഗ്രാസൂത്രണവും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിനുമായി ഓരോ ഗ്രൂപ്പിനും 5-7 ക്ലാസ്സുകളിലെ ആദ്യ 2 യൂണിറ്റുകൾ നൽകി. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നീ പാഠഭാഗങ്ങളുടെ സമഗ്രാസൂത്രണം തയ്യാറാക്കാനുള്ള ചുമതലയാണ് ആദ്യ 4 ഗ്രൂപ്പുകൾക്ക് ലഭിച്ചത്. 5ാം ഗ്രൂപ്പിന് ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനുള്ള ചുമതലയും നൽകുകയുണ്ടായി. GMLPS കൊടുവള്ളിയിലെ അധ്യാപികയായ ഷബീല ടീച്ചറുടെ അകാല വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായി കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ അബ്ദുൽ ഖാദർ സാർ, BPO മെഹറലി സാർ, താമരശ്ശേരി AEO എന്നിവർ എത്തിച്ചേർന്നു. മൗനാചരണത്തിന് ശേഷം ക്ലസ്റ്റർ യോഗം കൃത്യം 1:30 അവസാനിപ്പിക്കുകയും ചെയ്തു.